CPM-നെ പ്രതിരോധത്തിലാക്കി MV ജയരാജന്റെ പരാമർശം ചർച്ചയാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരാൻ പോകുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPI-യുടെ പരസ്യ പ്രതിഷേധവും ചർച്ചയായേക്കും. ഇടതുമുന്നണി യോഗം ചേരുന്നതിലും തീരുമാനം ഉണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുകയാണ്. വീണ്ടും എബി, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ഒട്ടേറെ വിഷയങ്ങളുണ്ട്. എന്നാലും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ MV ജയരാജന്റെ ആ ഒരു പരാമർശമുണ്ടല്ലോ, തെറ്റുതിരുത്തൽ രേഖ, അതൊക്കെ പറഞ്ഞല്ലോ, അതുതന്നെയായിരിക്കും അല്ലേ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക? ആ നിലയ്ക്കൊരു പൊതു ചർച്ചയിലേക്ക് പോകാനുള്ള സാഹചര്യം കുറവാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചെങ്കിൽ മാത്രമേ ഈ യോഗത്തിൽ അത് ചർച്ചയ്ക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് അവർ പുറത്തേക്ക് ഇതൊരു വിഷയമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകളുടെ ഒരു ക്രോഡീകരിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്ന് തന്നെയാണ് ആവർത്തിച്ച നേതാക്കൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും MV ജയരാജന്റെ ആ ഒരു ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കുറ്റസമ്മതം പോലെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇത് എത്രമാത്രം നേതൃത്വം ഇതിനെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും നമുക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും അത് കൃത്യമായ രീതിയിൽ അവിടേക്ക് ഒരു ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് തന്നെയാണ് പ്രധാനമായും. പക്ഷേ എബി, ഈ MV ജയരാജന്റെ ആ പരാമർശമുണ്ടല്ലോ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പ്രതികരണം വന്നപ്പോൾ തന്നെ, പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ്. അത് ഉന്നയിക്കപ്പെടില്ലേ സെക്രട്ടേറിയറ്റിൽ? അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഒരു സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്ക് ഒരു ചർച്ചയിലേക്കോ ആ നിലയ്ക്കോ ഒരു കാര്യങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം ഇവർ ഏതാണ്ട് ഒരേ മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുള്ള ആളുകളൊക്കെ തന്നെയാണ്. നേതൃത്വത്തിനെതിരെ നേതൃത്വം തന്നെ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലൊരു വിമർശനങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ മറ്റൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിന് കാര്യമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രതികരണം വന്നതിന് ശേഷം നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഉണ്ട്. സ്വാഭാവികമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും അതൊന്നും അല്ല പ്രധാനപ്പെട്ട അജണ്ട. മറിച്ച് നിരവധിയായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്, സമരങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കാരണം സർക്കാരിനെതിരെ നിലവിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ ഏതു വിധേനയാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാവും സ്വാഭാവികമായ ഒരു അജണ്ട എന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് വരിക എന്നുള്ളതാണ്. മറിച്ച് ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാൽ അത് സ്വാഭാവികമായും ചർച്ചയിലേക്ക് വരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും CPI നിരന്തരമായി ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉന്നയിക്കുന്നു. അതിൽ കൃത്യമായും CPM-ന് അതൃപ്തിയുണ്ട്. പരസ്യമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു, അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്യമായി അതിന്റെ പ്രതികരണങ്ങൾ നടത്തുന്നു തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെയും അവർക്ക് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ട് എന്നുള്ളതാണ്. ഈ മുന്നണി യോഗത്തിലേക്കൊക്കെ തന്നെ പോകുന്നതിനും അതൊരു വലിയ തടസ്സമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയാവും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക.